ഹലോ, ഞാൻ ഡോക്ടർ വിദ്യ ഐ.വി. ശ്രീ കേരളവർമ്മ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഇന്ന് നമ്മൾ മാക്രോ ഇക്കണോമിക്സ് ലെക്ചർ സീരീസ് 4-ൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്രോ ഇക്കണോമിക് മോഡൽസ് എന്താണ് എന്നതാണ്. Our content summary is like what is economic models, examples of economic models, steps in construction of a model, what is macroeconomic models, and finally use of macroeconomic models. നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാക്രോ ഇക്കണോമിക് മോഡൽസിനെ കുറിച്ചാണ്. നമ്മളുടെ കണ്ടന്റ് സമ്മറി ഇങ്ങനെയാണ് വരുന്നത്. ഇക്കണോമിക് മോഡൽ എന്താണ്, അതുപോലെ തന്നെ ഇക്കണോമിക് മോഡലിന്റെ എക്സാമ്പിൾസ് എന്തെല്ലാമാണ്, ഒരു മോഡൽ കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ വരുന്ന സ്റ്റെപ്സ് എന്തെല്ലാമാണ്, അതുപോലെ തന്നെ മാക്രോ ഇക്കണോമിക് മോഡൽ എന്താണ്, അവസാനമായിട്ട് മാക്രോ ഇക്കണോമിക് മോഡലിന്റെ യൂസസ് എന്താണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. First of all, what is economic models? A model is a set of relationships among economic variables. It is constructed to represent the important features of the economy. A model simplifies reality by abstracting from details and focusing attention on the essential relationships. Economic models may take the form of verbal statements, numerical tables, graphs, or mathematical equations. Okay, അപ്പോൾ നമുക്കൊരു ഇക്കണോമിക് മോഡൽ എന്താണെന്നുള്ളത് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇക്കണോമിക് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന സിദ്ധാന്തപരമായ ഒരു നിർമ്മിതിയെയാണ് നമ്മളൊരു ഇക്കണോമിക് മോഡൽ എന്ന് പറയുന്നത്. ആ ഒരു ഇക്കണോമിക് മോഡൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് മെയിനായിട്ട് ആ ഒരു ഇക്കോണമിയുടെ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇക്കോണമിനെ അല്ലെങ്കിൽ ഒരു റിയാലിറ്റിനെ സിംപ്ലിഫൈ ചെയ്യുന്ന എന്തിനേയും നമുക്കൊരു മോഡലായിട്ട് കൺസിഡർ ചെയ്യാം. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മളുടെ ഗ്ലോബ്. ഗ്ലോബ് എന്താണ്? മോഡൽ ഓഫ് എർത്തിനെയാണ് നമ്മൾ ഗ്ലോബ് എന്ന് പറയുന്നത്. അത് ശരിക്കും ഒരു റിയാലിറ്റി അല്ല. നമുക്കറിയാം ആ ഒരു എർത്തിന്റെ ഒരു സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് എപ്പോഴും ഒരു ഗ്ലോബ്. ഓക്കെ, നമുക്ക് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ അത് കാണിച്ചിട്ടുണ്ട് ഇക്കണോമിക് മോഡലിന്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട്. അതുപോലെ തന്നെ നമുക്ക് വേറെ പറയാവുന്ന ഒന്നാണ് എയർപ്ലെയിൻ. ഒരു ബേബി കയ്യിൽ ഒരു എയർപ്ലെയിനിന്റെ മോഡൽ എടുത്തുകൊണ്ട് കളിക്കുന്നുണ്ട്. അതൊരിക്കലും ഒരു റിയൽ ആയിട്ടുള്ള എയർപ്ലെയിൻ അല്ല. അത് നമുക്കറിയാം നമ്മൾ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആ ഒരു ബേബി കളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിന്റെ അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റിനെ അല്ല അത് കാണിക്കുന്നത്. ആ ഒരു റിയാലിറ്റിയുടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു വേർഷൻ ആണ്. ഓക്കെ, അതിന് നമുക്ക് മോഡൽ എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മൾ സ്റ്റുഡൻസ് എപ്പോഴും എക്സിബിഷൻസിലും സ്കൂൾ തലത്തിലും അതുപോലെ തന്നെ കോളേജ് തലത്തിലുള്ള പല എക്സിബിഷനിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നതാണ്. അപ്പൊ അതിലൊക്കെ നമ്മൾ പല മോഡൽസ് നമ്മൾ പ്രദർശിപ്പിക്കുന്നതാണ്. അതൊരിക്കലും ഒരു റിയൽ ആയിട്ടുള്ള കാര്യമല്ല. ആ ഒരു റിയൽ സംഭവത്തിന്റെ ഒരു ട്രൂ റെപ്രസെന്റേഷൻ ആണ് അത് ശരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേറൊരു മോഡലിന് എക്സാമ്പിൾ പറയാവുന്നതാണ് മാപ്പ്. ഒരു സ്ട്രീറ്റ് മാപ്പ്, ഒരു സിറ്റിയുടെ ഒരു സ്ട്രീറ്റ് മാപ്പ് നമുക്കൊരു മോഡലായിട്ട് പറയാവുന്നതാണ്. അതൊരിക്കലും ആ ഒരു സിറ്റി ഫുള്ളും അല്ല നമ്മൾ അതിൽ കാണിക്കുന്നത്, അതിന്റെ ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഇക്കണോമിക് മോഡൽസിലേക്ക് നമുക്ക് കിടക്കാം. ഇക്കണോമിക് മോഡൽസ് പലതരത്തിലുണ്ട്. അതൊന്നൊരു വെർബൽ സ്റ്റേറ്റ്മെന്റ് ആവാം, അല്ലെങ്കിൽ ന്യൂമറിക്കൽ ആയിട്ടുള്ള ഒരു ടേബിൾ ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രാഫ് ആവാം, ഒരു മാത്തമാറ്റിക്കൽ ഒരു ഇക്വേഷൻ ആവാം. ഇതിനൊക്കെ നമ്മൾ ഇക്കണോമിക് മോഡൽസ് എന്ന് പറയാറുണ്ട്. എക്സാമ്പിൾസ് ഓഫ് ഇക്കണോമിക് മോഡൽസ്. നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഇക്കണോമിക് മോഡൽസിന്റെ എക്സാമ്പിൾ ആണ് കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് C equal to F of Y. This is nothing but consumption is a function of income. ഫസ്റ്റത്തെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നതാണ് C equal to F of Y.
അതായത് കൺസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകത്തിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ഇൻകത്തിൽ വരുന്ന ചേഞ്ചിനനുസരിച്ചിട്ട് കൺസംഷനിലും ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഇതൊരു ഇക്വേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇക്കണോമിക് മോഡൽ ആയിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മൾ രണ്ട് വേരിയബിൾസ് ആണ് കാണിച്ചിട്ടുള്ളത്, കൺസംഷനും അതുപോലെ തന്നെ ഇൻകം. ഈ ഒരു കൺസംഷനും ഇൻകവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ പറയുന്നത്. സോ അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഇക്കണോമിക് മോഡൽ ആണ്. ദെൻ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതായിരുന്നു, ഒരു വെർബൽ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ഇക്കണോമിക് മോഡലായിട്ട് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ സെക്കൻഡ് എക്സാമ്പിൾ ഒരു വെർബൽ സ്റ്റേറ്റ്മെന്റിനെ വെച്ചുകൊണ്ടുള്ള എക്സാമ്പിൾ ആണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് ലോ ഓഫ് ഡിമാൻഡ് ആണ്. The law of demand states that other factors being constant, price and quantity demanded of any good and service are inversely related to each other. When the price of a product increases, the demand for the same product will fall. Okay? ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ലോ ഓഫ് ഡിമാൻഡിൽ നമ്മൾ പറയുന്നത് പ്രൈസും അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും ഡിമാൻഡും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കൊമോഡിറ്റി ആൻഡ് സർവീസ് തമ്മിലുള്ളത്. ഓക്കെ ആണോ പറഞ്ഞത്? അപ്പൊ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്ലൈൻ ചെയ്യും. നേരെ മറിച്ച് പ്രൈസ് ഡിക്ലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഇവിടെ നമ്മളൊരു ലോ ആയിട്ട് നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ അസ്യൂം ചെയ്യാണ് ബാക്കി ഫാക്ടേഴ്സ്, അതായത് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബാക്കിയുള്ള എല്ലാ ഫാക്ടേഴ്സും, അതായത് ഇൻകം ഓഫ് എ കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് എ കൺസ്യൂമർ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഇൻ ആൻ ഇക്കോണമി, ആ പറഞ്ഞ രീതിയിലുള്ള എല്ലാ ഫാക്ടേഴ്സിനെയും നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണുള്ളത്. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഈ ഒരു ലോ ഓഫ് ഡിമാൻഡ് നമ്മളുടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് ഇക്കണോമിക് മോഡലിനുള്ള ഒരു വെർബൽ സ്റ്റേറ്റ്മെന്റ് ആണിത്. ദെൻ അടുത്ത എക്സാമ്പിൾ ആയിട്ട് നമ്മളിവിടെ സ്ലൈഡിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് ഒരു ടേബിളും അതുപോലെ തന്നെ ഒരു ഗ്രാഫും ആണ്. ഇവിടെ നമ്മൾ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും ആണ് കാണിക്കുന്നത്. ഡിമാൻഡ് ഫോർ ആപ്പിൾസ് ആണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ടേബിളിൽ നിന്നും ക്ലിയർ ആണ്. ആപ്പിളിന്റെ പ്രൈസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് കോളത്തിൽ. സെക്കൻഡ് കോളത്തിൽ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ആപ്പിൾസ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ടേബിൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും, പ്രൈസ് ഇൻക്രീസ് ചെയ്തു വരാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോളത്തിൽ നമ്മളുടെ ക്വാണ്ടിറ്റി നോക്കിയാൽ നമുക്ക് ക്ലിയർ ആവും. അതിനനുസരിച്ച് നമ്മളുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്ലൈൻ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടേബിൾ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ സിംപ്ലിഫൈ ചെയ്ത്, ആ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ സിംപ്ലിഫൈ ചെയ്ത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ യൂസ് ചെയ്യാം. അപ്പൊ ഇതൊരു ടേബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടേബിളും ഒരു ഇക്കണോമിക് മോഡലിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു സെയിം കേസ് തന്നെ പ്രൈസും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ആപ്പിൾസും ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഒ എക്സ് ആക്സിസിൽ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ആപ്പിൾസും അതുപോലെ തന്നെ ഒ വൈ ആക്സിസിൽ നമ്മൾ പ്രൈസ് ഓഫ് ആപ്പിൾസും കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ളത് കൊണ്ട് നമുക്കൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഗ്രാഫും നമ്മളുടെ ഒരു ഇക്കണോമിക് മോഡലിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. Then next we are going to discuss the steps in the construction of a model. There are mainly 4 steps in the construction of a model. The first step in the construction of a model is to extract from the complex real world. The model builder must select the variables and relationships among them that seem most pertinent to the problem he attempts to analyze. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് 4 സ്റ്റെപ്സ് ആണ് ഒരു മോഡൽ കൺസ്ട്രക്ഷനിൽ വരുന്നത്. അതിൽ ഫസ്റ്റത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പറയുന്നതാണ് ഒരു റിയൽ കോംപ്ലക്സ് വേൾഡിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവരണം. ഏതൊക്കെ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ട് ഇപ്പോൾ 2 വേരിയബിൾസ് ആണ് നമ്മളുടെ ഒരു മോഡൽ കൺസ്ട്രക്ഷന് വേണ്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ വേൾഡ് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റമാണ്.
അപ്പൊ ആ ഒരു കോംപ്ലക്സ് സിസ്റ്റത്തിന് നമുക്ക് ഒരിക്കലും മൊത്തമായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ ഈ ഒരു മോഡലിന് വേണ്ട, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്റ്റഡിക്ക് വേണ്ട, അല്ലെങ്കിൽ നമ്മളുടെ ഒരു തിയറിക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് വേരിയബിൾസിന് നമ്മൾ ആദ്യം ആ ഒരു കോംപ്ലക്സ് സിസ്റ്റത്തിൽ നിന്ന് സെലക്ട് ചെയ്യണം. അതാണ് നമ്മൾ ആ ഒരു കോംപ്ലക്സ് വേൾഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുക എന്നൊരു വാചകം കൊണ്ട് മീൻ ചെയ്യുന്നത്. കോംപ്ലക്സ് വേൾഡിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവന്ന് വേരിയബിൾസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, then the second step is the statement of assumption about the relationship among the many factors influencing the problem under consideration. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, നമ്മൾ റിയൽ വേൾഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നു, നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള വേരിയബിൾസ് കിട്ടി, ആ ഒരു വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ അസംഷൻസ് ഫ്രെയിം ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കറിയാം വേരിയബിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. എല്ലാ ഫാക്ടേഴ്സും അല്ലെങ്കിൽ ആ ഒരു വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബാക്കി എല്ലാ വേരിയബിൾസിനെയും നമുക്ക് ഒരിക്കലും ഒരു മോഡലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബാക്കി വേരിയബിൾസിനെ കുറിച്ചിട്ടുള്ള അസംഷൻസ് നമ്മളിവിടെ സ്റ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ഏതൊരു ഇക്കണോമിക് തിയറി എടുത്തു കഴിഞ്ഞാലും തിയറീസ് എല്ലാം തന്നെ കുറെ അസംഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു മോഡൽ ബിൽഡ് ചെയ്യുമ്പോൾ രണ്ട് വേരിയബിൾസ് എടുത്തു കഴിഞ്ഞാലും ആ ഒരു മോഡൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു മോഡൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് കുറച്ച് അസംഷൻസ് ഇവിടെ വെക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അസംഷൻസ്. ദെൻ the third step is to apply logical deductions to the model and derive a theoretical or logical conclusion. നമ്മളുടെ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നതാണ്, നമ്മളുടെ മോഡൽ ഒത്തിരി വലുതായിരിക്കാം, അതിനെ നമ്മൾ ഇത്തിരി റിഡ്യൂസ് ചെയ്ത് ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തുന്ന രീതിയിൽ കൊണ്ടുവരേണ്ടതാണ്. അതാണ് നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് വേരിയബിൾസ് കിട്ടി, വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കിട്ടി. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് ആ ഒരു തിയറി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള അസംഷൻസ് നമ്മൾ ഫ്രെയിം ചെയ്തു. ദെൻ തേർഡ് സ്റ്റെപ്പിൽ ആ ഒരു അസംഷൻ ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ലോജിക്കൽ കൺക്ലൂഷനിലോട്ട് നമ്മൾ എത്തിച്ചേരാണ് ചെയ്യുന്നത്. ദെൻ ദ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ടു ടെസ്റ്റ് ദ കൺക്ലൂഷൻ അഗെയിൻസ്റ്റ് റിയൽ വേൾഡ് ഫിനോമിന. ഓക്കെ, ദെൻ അവർ ഫൈനൽ സ്റ്റെപ്പ് ഈസ് ടെസ്റ്റ് ദ കൺക്ലൂഷൻ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തേർഡ് സ്റ്റെപ്പിൽ നമുക്കൊരു ലോജിക്കൽ കൺക്ലൂഷൻ കിട്ടി. ഒരു ലോജിക്കൽ കൺക്ലൂഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് മൊത്തം റിയൽ വേൾഡിൽ നമ്മൾ ചെന്ന് നോക്കിക്കൊണ്ടല്ല, ആ ഒരു റിയൽ വേൾഡിന്റെ എക്സ്ട്രാക്റ്റിലോട്ട് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കൺക്ലൂഷനെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. റിയൽ വേൾഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് അത് ഓക്കെ ആണോ, നമുക്ക് കിട്ടിയിട്ടുള്ള കൺക്ലൂഷൻ അവിടെ ആ പറഞ്ഞതുപോലെ തന്നെ അപ്ലിക്കബിൾ ആണോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഫോർത്ത് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് we are going to discuss macroeconomic models. The basic tool of macroeconomics is the macroeconomic model. A macroeconomic model is a simplified representation of the economy. Instead of attempting to represent a real economy, the model describes an economy that has some of the aspects of a real one. A macroeconomic model is a systematic way of representing the behavior of households, firms, and governments. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്ന എന്തായിരുന്നു ഇക്കണോമിക് മോഡൽ, അതുപോലെ തന്നെ ഇക്കണോമിക് മോഡലിനുള്ള എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ദെൻ സ്റ്റെപ്സ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് എൻ ഇക്കണോമിക് മോഡൽ. ഇക്കണോമിക് മോഡൽ മൈക്രോ ഇക്കണോമിക് മോഡൽ ആവാം, മാക്രോ ഇക്കണോമിക് മോഡൽ ആവാം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്രോ ഇക്കണോമിക് മോഡലിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം മാക്രോ എന്ന് വെച്ചാൽ ആ ഒരു ടേം മീൻ ചെയ്യുന്നത് ലാർജ് ആണ്, ഇക്കോണമി ആസ് എ ഹോൾ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്രോ ഇക്കണോമിക്സിന്റെ ഒരു ബേസിക് ടൂൾ ആയിട്ടാണ് നമ്മൾ മാക്രോ ഇക്കണോമിക് മോഡൽസിനെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇക്കോണമിയുടെ സിംപ്ലിഫൈഡ് റെപ്രസെന്റേഷൻ ആണ് മാക്രോ ഇക്കണോമിക് മോഡൽ.
ഒരു റിയൽ ഇക്കോണമിനെ ചിത്രീകരിക്കുന്നതിന് പകരമായി അതിന്റെ ചില പ്രത്യേകതകൾ വിവരിക്കുകയാണ് നമ്മൾ ഇവിടെ ഒരു മോഡലിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബിഹേവിയർ ഓഫ് ഹൗസ് ഹോൾഡ്സ്, ബിഹേവിയർ ഓഫ് ഫേംസ്, ബിഹേവിയർ ഓഫ് ഗവൺമെന്റ്, അതെല്ലാം അല്ലെങ്കിൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു ശാസ്ത്രീയമായ രീതിയിൽ പ്രതിനിധാനം ചെയ്യുന്നതിനും ഒരു മാക്രോ ഇക്കണോമിക് മോഡൽ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഒരു എക്സാമ്പിൾ ആണ്. ഒരു മാക്രോ ഇക്കണോമിക് മോഡലിനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇത് വേറൊന്നുമല്ല, ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എൻ ഓപ്പൺ ഇക്കോണമി ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഒരു ഓപ്പൺ ഇക്കോണമി ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഹൗസ് ഹോൾഡ് ഉണ്ടായിരിക്കും, ബിസിനസ് യൂണിറ്റ്സ് ഉണ്ടായിരിക്കും, ഗവൺമെന്റ് ഉണ്ടായിരിക്കും, ഫോറിൻ നാഷൻസ് ഉണ്ടായിരിക്കും, ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ടായിരിക്കും. ഈ ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇൻകം സർക്കുലേറ്റ് ചെയ്യുന്നതെന്ന് സിംപ്ലി ആ ഒരു റിയൽ ഇക്കോണമിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അതും മാക്രോ ഇക്കണോമിക് മോഡലിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ശരിക്കും ഇൻകത്തിന്റെ ഒരു സർക്കുലർ ഫ്ലോ എങ്ങനെയാണ് ഇക്കോണമിയിൽ നടക്കുന്നതെന്നുള്ളത് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു മാക്രോ ഇക്കണോമിക് മോഡലിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് we are going to discuss about the use of macroeconomic models. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്രോ ഇക്കണോമിക് മോഡൽസിന്റെ യൂസസ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. മെയിൻ ആയിട്ട് ഒരു 4 യൂസസ് ആണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ പറയാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്രോ ഇക്കണോമിക് മോഡൽസിന്റെ 4 യൂസ്. Macroeconomic models are useful for several reasons. First, they help us to understand how the economy works and the links among different markets and economic units. ഒരു സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതുപോലെ തന്നെ വ്യത്യസ്ത വിപണികളും സാമ്പത്തിക ഘടകങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ക്ലിയർ കട്ട് ആയിട്ട് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മാക്രോ ഇക്കണോമിക് മോഡൽസിന്റെ ആവശ്യമുണ്ട്. അതാണ് നമ്മളുടെ ഫസ്റ്റ് യൂസ് ആയിട്ട് നമ്മൾ പറയുന്നത്. Then secondly, macro models are used to isolate the determinants of important macro variables. A good model will tell us the factors that influence variables like unemployment or rate of inflation. നമ്മൾ പറഞ്ഞിരുന്നു ഒരു മോഡലിൽ നമ്മൾ മെയിൻ ആയിട്ട് കാണിക്കുന്നത് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. വേരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് നമ്മൾ ഒരു മോഡലിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വേരിയബിൾസിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് വേർതിരിച്ചെടുക്കുന്നതിനും നമുക്ക് മാക്രോ ഇക്കണോമിക് മോഡൽസ് യൂസ്ഫുൾ ആണ്. ഒരു നല്ല മോഡലിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ഇൻഫ്ലേഷൻ റേറ്റ് എന്നിവയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബാക്കി വേരിയബിൾസ് ഏതാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നതാണ് പറയുന്നത്. തേർഡ് പോയിന്റ് ആയിട്ട് നമ്മൾ നോക്കുന്നതാണ് thirdly, the predictions based on macro models can be used as a guide for policy making. മോഡൽസിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രവചനങ്ങൾ നയരൂപീകരണത്തിന് സഹായിക്കുന്നു. അതായത് നമുക്കൊരു നല്ല മോഡൽ ആണെന്നുണ്ടെങ്കിൽ ആ മോഡലിൽ നിന്ന് നമുക്കൊരുവിധം റിയൽ ഇക്കോണമിനെ കുറിച്ചിട്ടുള്ള ഒരുവിധം ഐഡിയാസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം, അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബാക്കി വേരിയബിൾസ് എന്തെല്ലാമാണ്, അതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു നല്ല പോളിസി മേക്കിങ്ങിന് അത് ഹെൽപ്ഫുൾ ആണ്. Then finally, macro models are helpful in explaining and understanding the past, since models provide a measure of cause and effect. They can be used to determine what caused certain events in the past to happen. ലാസ്റ്റത്തെ മാക്രോ ഇക്കണോമിക് മോഡലിന്റെ യൂസ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് പാസ്റ്റിൽ നടന്നുപോയ സംഭവങ്ങളെ വിശകലനം ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കുന്നതിനും മോഡൽസ് വളരെ ഹെൽപ്ഫുൾ ആണ്. കാര്യകാരണ ബന്ധം ഒരു മോഡലിൽ നല്ല രീതിയിൽ വിശദീകരിക്കുന്നതിനാൽ എന്തുകൊണ്ടാണ് ചില സംഭവങ്ങൾ പാസ്റ്റിൽ സംഭവിച്ചതെന്ന് നമുക്ക് കണ്ടെത്താൻ മോഡൽസ് പലപ്പോഴും ഹെൽപ്ഫുൾ ആണ്. ഈ 4 പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് മോഡൽസിന്റെ യൂസസ് ആയിട്ട് നമ്മൾ പറയുന്നത്. നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനെ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് പറയാം.
നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി ഡിസ്കസ് ചെയ്ത എന്താണ് ഒരു ഇക്കണോമിക് മോഡൽ, അതുപോലെ തന്നെ എക്സാമ്പിൾസ് ഓഫ് ഇക്കണോമിക് മോഡൽ എന്തെല്ലാമാണ്, സ്റ്റെപ്സ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് എൻ ഇക്കണോമിക് മോഡൽ, മാക്രോ ഇക്കണോമിക് മോഡൽ എന്താണ്, മാക്രോ ഇക്കണോമിക് മോഡലിന്റെ യൂസസ് എന്താണ്, ഇതാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു ഒരു ഇക്കണോമിക് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഒരു ഇക്കണോമിക് മോഡലിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ജനറലി മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റിയാലിറ്റിയുടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷനെയാണ് നമ്മൾ സിംപ്ലി മോഡൽ എന്ന് പറയുന്നത്. ഗ്ലോബ്, അതുപോലെ തന്നെ മാപ്പ്, അതൊക്കെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് മോഡലിനുള്ള. നെക്സ്റ്റ് നമ്മൾ നോക്കിയതായിരുന്നു എക്സാമ്പിൾസ് ഓഫ് ഇക്കണോമിക് മോഡൽ. നമ്മൾ പറഞ്ഞതായിരുന്നു ഇക്കണോമിക് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർബൽ സ്റ്റേറ്റ്മെന്റ് ആവാം. നമ്മളൊരു വെർബൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നാൽ അത് ഗ്രാഫ് ആവാം, ടേബിൾ ആവാം, ഒരു ഇക്വേഷന്റെ രൂപത്തിലും ആവാം. ഓക്കെ, അതായത് റിയൽ ഫാക്ടേഴ്സിനെ സിംപ്ലിഫൈ ചെയ്ത് കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ വേരിയബിൾസ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ സിംപ്ലിഫൈ ചെയ്ത് കാണിക്കുന്നതിനെയാണ് നമ്മൾ സിംപ്ലി മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കിയതായിരുന്നു സ്റ്റെപ്സ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ആൻ ഇക്കണോമിക് മോഡൽ. മെയിനായിട്ട് 4 സ്റ്റെപ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു റിയൽ കോംപ്ലക്സ് വേൾഡിൽ നിന്ന് നമ്മൾ എബ്സ്ട്രാക്ട് ചെയ്ത് വേരിയബിൾസിനെ ഐഡന്റിഫൈ ചെയ്യണം, വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ പറഞ്ഞു ഈ വേരിയബിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറെ കുറെ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ആ ഫാക്ടേഴ്സിനെ മുൻനിർത്തിക്കൊണ്ട് ആ ഒരു മോഡലിന് അല്ലെങ്കിൽ ആ ഒരു തിയറിക്ക് വേണ്ട അസംഷൻസ് നമ്മൾ ഫ്രെയിം ചെയ്യണം. തേർഡ് വണ്ണായിട്ട് നമ്മൾ പറഞ്ഞു ഇതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ട് ഒരു ലോജിക്കൽ കൺക്ലൂഷൻ നമ്മൾ ഡിറൈവ് ചെയ്യണം. ഫൈനലി നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ലോജിക്കൽ കൺക്ലൂഷൻ റിയൽ വേൾഡിൽ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഈ ഒരു 4 എണ്ണമായിരുന്നു നമ്മളുടെ കൺസ്ട്രക്ഷൻ ഓഫ് എ മോഡലിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കിയതായിരുന്നു ദ യൂസ് ഓഫ് മാക്രോ എക്കണോമിക് മോഡൽസ്. അതിൽ നമ്മൾ മെയിനായിട്ട് 4 യൂസസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വണ്ണായിട്ട് നമ്മൾ പറഞ്ഞതായിരുന്നു ഹെൽപ്പ് us ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ ഇക്കോണമി വർക്ക്സ്. ഒരു ഇക്കോണമി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഐഡിയ നമ്മളുടെ മാക്രോ ഇക്കണോമിക് മോഡൽസ് തരും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കണോമിക്സിൽ മൈക്രോ ഇക്കണോമിക് മോഡലാവാം, മാക്രോ ഇക്കണോമിക് മോഡലാവാം. ഇവിടെ നമ്മൾ മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മാക്രോ ഇക്കണോമിക് മോഡൽസിനെ കുറിച്ചിട്ടാണ്. മാക്രോ ഇക്കണോമിക്സിന്റെ മെയിൻ ടൂൾ ആയിട്ടാണ് നമ്മൾ മാക്രോ ഇക്കണോമിക് മോഡൽസിനെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇക്കോണമി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലിയർ കട്ട് അണ്ടർസ്റ്റാൻഡിംഗ് മാക്രോ ഇക്കണോമിക് മോഡൽസ് നമുക്ക് തരും. നമ്മൾ അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ കാണിച്ചതായിരുന്നു സ്ലൈഡിൽ. ഒരു 4 സെക്ടർ മോഡലിൽ ഇൻകത്തിന്റെ സർക്കുലർ ഫ്ലോ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ ഡിറ്റർമിനൻസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് മാക്രോ വേരിയബിൾസ്. നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്രോ വേരിയബിൾസ് ആണ് ഒരു നാഷന്റെ നാഷണൽ ഇൻകം, ആ ഒരു നാഷണലിൽ നിലനിൽക്കുന്ന അൺഎംപ്ലോയ്മെന്റ്, ഒരു നാഷന്റെ ഇൻഫ്ലേഷൻ റേറ്റ്. ഈ പറഞ്ഞ വേരിയബിൾസിനൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സ് എന്തെല്ലാമാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു മാക്രോ ഇക്കണോമിക് മോഡൽ ഹെൽപ്പ് ചെയ്യും. തേർഡ് വണ്ണായിട്ട് നമ്മൾ പറയുന്നതാണ് ഫോർ പോളിസി മേക്കിംഗ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ, അതായത് ഒരു ഇക്കോണമിയുടെ ഫങ്ഷനിങ് എങ്ങനെയാണെന്ന് മോഡലിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്രോ ഇക്കണോമിക് വേരിയബിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അതർ ഫാക്ടേഴ്സ് ഏതെല്ലാമാണെന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിനെ വെച്ചുകൊണ്ട് നമുക്കൊരു ബെസ്റ്റ് ആ ഒരു ഇക്കോണമിക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഒരു പോളിസി ഫ്രെയിം ചെയ്യുന്നതിന് അതിന് മാത്രം ബുദ്ധിമുട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പോളിസി മേക്കിങ്ങിനും ഹെൽപ്ഫുൾ ആണ് പലപ്പോഴും മാക്രോ ഇക്കണോമിക് മോഡൽസ്. Then finally, macroeconomic models are helpful in explaining and understanding the past. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഒരു പോളിസി ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല, പാസ്റ്റ് നമ്മളുടെ ഇക്കോണമിയിൽ നടന്നിട്ടുള്ള ഒരു സിറ്റുവേഷനെ നല്ല രീതിയിൽ അനലൈസ് ചെയ്യാനും നമുക്ക് പലപ്പോഴും മോഡൽസ് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. നമ്മുടെ 4ാമത്തെ മാക്രോ ഇക്കണോമിക് ലെക്ചർ സീരീസ് ആയിരുന്ന മാക്രോ ഇക്കണോമിക് മോഡൽസിനെ കുറിച്ച് ഇത്രയും നേരം വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.